റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ ജനങ്ങൾക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദുരന്തം തളർത്തിയ ശ്രുതിയെ ചേർത്തുപിടിച്ച് സർക്കാർ. ശ്രുതി റവന്യൂ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. കനാൽ പുറമ്പോക്ക് പട്ടയം. അർഹരായ ആളുകളുടെ പട്ടിക തയ്യാറാക്കാനും ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനും മന്ത്രിതല യോഗം തീരുമാനിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. കർണാടകയുടെ പിന്തുണ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജൻ. കുഞ്ഞുമക്കൾക്ക് ക്രിസ്മസ് സമ്മാനമൊരുക്കി വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ മൈ ഡിയർ സാന്റ. ഭരണത്തിന്റെ സ്വാദ് ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയണമെന്നും അതിനുള്ള സാഹചര്യമൊരുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേഗത കുറവെന്ന പരാതി ഉണ്ടാകാതെ കാര്യങ്ങൾ തീർപ്പാക്കണം. ഉദ്യോഗസ്ഥർ അർപ്പണബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കണം. ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. അത് അവസാനിപ്പിക്കാൻ സർക്കാർ വലിയ ശ്രമം നടത്തും. സെക്രട്ടേറിയറ്റിലും മറ്റ് ഓഫീസുകളിലും ഇതിനായി ഇടപെടലുണ്ടാകും. ജനങ്ങളുടെ ദാസന്മാരായാണ് വിവിധ ഓഫീസുകളിലുള്ള ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത്. പ്രശ്ന പരിഹാരത്തിനായി ജനങ്ങൾ ബുദ്ധിമുട്ടരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മേനംകുളം വില്ലേജിലെ ശൈലജയ്ക്ക് കരമടയ്ക്കാൻ അനുമതി നൽകിയ ഉത്തരവിന്റെ പകർപ്പ്, വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം സ്വീപ്പറായ ബേബിയുടെ മകൻ ജയകുമാറിന് ആശ്രിത സർട്ടിഫിക്കറ്റ്, താഹിറ ബീവിക്ക് ഗുരുതര രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം ലഭിക്കുന്നതിന് അന്ത്യോദയ അന്ന യോജന കാർഡ് എന്നിവ മുഖ്യമന്ത്രി ചടങ്ങിൽ കൈമാറി. ഭക്ഷ്യമന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, MLA-മാരായ ആന്റണി രാജു, കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത്, V ജോയ്, അഡ്വക്കേറ്റ് V ശശി, മേയർ ആര്യ രാജേന്ദ്രൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ 2025 ജനുവരി 13 വരെയാണ് നടക്കുന്നത്. ദുരന്തം തളർത്തിയ ശ്രുതിയെ ചേർത്തുപിടിച്ച് സർക്കാർ. ശ്രുതി റവന്യൂ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെടുകയും സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ അതിജീവിക്കുകയും ചെയ്ത മേപ്പാടി ശ്രേയസ് നിവാസിലെ ശ്രുതി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. വയനാട് കളക്ടറേറ്റിലെത്തി ADM കെ ദേവകി മുമ്പാകെ രജിസ്റ്ററിൽ ഒപ്പിട്ടാണ് ശ്രുതി ജോലിയിൽ പ്രവേശിച്ചത്. കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പിലെ പൊതുജന പരാതി വിഭാഗത്തിൽ ക്ലാർക്കായാണ് സർക്കാർ ശ്രുതിക്ക് നിയമനം നൽകിയത്. ജോലിയിൽ പ്രവേശിച്ച ശേഷം സർക്കാരിനും സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും ജോലി ലഭിച്ചതിൽ ഏറെ സന്തോഷവും മുന്നോട്ടുള്ള ജീവിതത്തിന് ജോലി കൈത്താങ്ങാണെന്നും ശ്രുതി പ്രതികരിച്ചു. വാഹന അപകടത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ജോലിക്ക് എത്തുമെന്നും ശ്രുതി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ശ്രുതിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും കളക്ടറേറ്റിൽ എത്തുമ്പോൾ നേരിൽ കാണാമെന്നും അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛൻ, അമ്മ, അനിയത്തി, ബന്ധുക്കൾ എന്നിവരെ നഷ്ടപ്പെടുകയും ശ്രുതിയെ വിവാഹം കഴിക്കാനിരുന്ന വരൻ ജെൻസൺ വാഹനാപകടത്തിൽ മരണപ്പെടുകയും ചെയ്ത സമാനതകളില്ലാത്ത ദുരന്തം അതിജീവിച്ച ശ്രുതിക്ക് സർക്കാർ ജോലി നൽകി ചേർത്ത് നിർത്തുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂർ, പത്തനാപുരം, അടൂർ, കൊട്ടാരക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിധ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പുനലൂർ താലൂക്കിലെ തെന്മല, ഇടമൺ, ആയിരനല്ലൂർ, കരവാളൂർ, അഞ്ചൽ വില്ലേജുകളിൽ കൂടിയുള്ള KIP കനാലിന്റെ പുറംപോക്കിൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ള നിരവധി കുടുംബങ്ങളുണ്ട്. ഇവർക്ക് പട്ടയം അനുവദിക്കണമെന്നും വിഷയത്തിൽ റവന്യൂ ജലസേചന വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേരണമെന്നും PS സുപാൽ MLA കത്ത് നൽകിയിരുന്നു. ഇതോടൊപ്പം പത്തനാപുരം, കൊട്ടാരക്കര, അടൂർ താലൂക്കുകളിൽ ഉൾപ്പെട്ട അപേക്ഷകളും യോഗത്തിൽ പരിഗണനയിൽ വന്നു.
KIPയുടെ ഭൂമിയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുന്നതാണ് സർക്കാർ നയം എന്നും വിഷയത്തിൽ പരമാവധി സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നും മന്ത്രിമാർ യോഗത്തെ അറിയിച്ചു. ഭൂരഹിതരെയും കർഷകരെയും സംരക്ഷിക്കുക എന്നതാണ് സർക്കാർ നിലപാട്. ഓരോ കൈവശവും സംയുക്ത സംഘം പരിശോധിക്കുകയും അർഹരായ ആളുകളെ പട്ടികയിൽ ഉൾപ്പെടുത്തി അടുത്ത യോഗത്തിനു മുമ്പ് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ജനുവരി 15-ന് വിശദമായ റിപ്പോർട്ടുകളോടൊപ്പം യോഗം ചേരുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾക്കുള്ള മേൽനോട്ട ചുമതല കൊല്ലം ജില്ലാ കളക്ടർക്കായിരിക്കും. ഇത്തരം ഭൂമികളുടെ കൃത്യമായ വിസ്തീർണം കണക്കാക്കുന്നതിന് സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആയതിന് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കും. മതിയായ സർവേ ടീമിനെ അനുവദിക്കുന്നതിനും വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതിനും തീരുമാനമെടുത്തു. യോഗത്തിൽ റവന്യൂ ജോയിന്റ് കമ്മീഷണർ, കൊല്ലം ജില്ലാ കളക്ടർ, പുനലൂർ RDO, പുനലൂർ പത്തനാപുരം തഹസീൽദാർമാർ, KIP ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചവരുടെ യോഗം ഉടൻ ചേരുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കർണാടകയുടെ പിന്തുണ സ്നേഹപൂർവ്വം ആവശ്യപ്പെടും. ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയ എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളാണ് യോഗം വൈകാൻ കാരണം. ഇത് വൈകാതെ പരിഹരിക്കുമെന്നും ആരുമായും സംസാരിക്കാനുള്ള വാതിൽ സർക്കാർ കൊട്ടിയടച്ചിട്ടില്ലെന്നും രാജൻ പറഞ്ഞു. പുനരധിവാസത്തിന് 100 വീടുകൾ നൽകുമെന്ന കർണാടക സർക്കാരിന്റെ കത്തിന് സംസ്ഥാനം മറുപടി നൽകിയില്ലെന്നാരോപിച്ചുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് വന്നിരുന്നു. കത്തിന് മറുപടി ഉടൻ നൽകും. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മാത്രമേ പുനരധിവാസം സാധ്യമാകൂ എന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ വിവിധ സർക്കാർ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കും ചൂരൽമല ദുരന്തബാധിത മേഖലയിലെ കുട്ടികൾക്കും ക്രിസ്തുമസ്, ന്യൂ ഇയർ സമ്മാനങ്ങൾ നൽകാൻ വയനാട് ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ബഹുജന സഹകരണ പ്രവർത്തനമാണ് മൈ ഡിയർ സാന്റ. കുട്ടികൾ ആഗ്രഹം പ്രകടിപ്പിച്ച സമ്മാനങ്ങൾ നിങ്ങൾക്കും അവർക്കായി നൽകാം. ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പമുള്ള ആമസോൺ വിഷ് ലിസ്റ്റിൽ നിന്ന് കുട്ടികൾ തന്നെ ആഗ്രഹം പറഞ്ഞ സമ്മാനങ്ങൾ വാങ്ങി വയനാട് കളക്ടറേറ്റിൽ ഏൽപ്പിക്കാവുന്നതാണ്. സമ്മാനങ്ങൾ അയക്കേണ്ട വിലാസം: മേഘശ്രീ DR IAS, ഡിസ്ട്രിക്ട് കളക്ടർ, സിവിൽ സ്റ്റേഷൻ, കൽപ്പറ്റ, വയനാട്, കേരള. പിൻകോഡ് 673122, 9061840645 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാം. കേന്ദ്ര സാമ്പത്തിക ദുർബല വിഭാഗ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി കേരള സർക്കാർ ഉത്തരവിറക്കി. കേന്ദ്ര EWS മാനദണ്ഡങ്ങളിൽ വീടിരിക്കുന്ന ഭൂമി എങ്ങനെ കണക്കാക്കണം എന്ന 2022 സെപ്റ്റംബർ 19-ന് കേന്ദ്ര സർക്കാർ ഇറക്കിയ നിർദ്ദേശം കേരളത്തിലും നടപ്പിലാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് പ്രകാരം 5 ഏക്കർ വരെ ഭൂമിയും 8 ലക്ഷം വരെ വാർഷിക വരുമാനവും 1000 സ്ക്വയർ ഫീറ്റ് വരെ വീടും ഉള്ളവർക്ക് ഇനി മുതൽ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കും. മുമ്പ് മേൽ മാനദണ്ഡങ്ങൾ കൂടാതെ ഹൗസ് പ്ലോട്ട് നിർണ്ണയിക്കുന്നതിലെ അപാകതകൾ മൂലം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ 4.13 സെന്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ അത് 2.06 സെന്റിലും കൂടാൻ പാടില്ല എന്ന മാനദണ്ഡം കേരളത്തിൽ പലരെയും അനർഹരാക്കി മാറ്റിയിരുന്നു. പുതിയ ഉത്തരവനുസരിച്ച് കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് നൽകാൻ ഹൗസ് പ്ലോട്ട് എങ്ങനെ കണക്കാക്കണം എന്നതിൽ കൃത്യത വന്നിരിക്കുന്നു. വീടിൻ്റെ തറ വിസ്തീർണം, അതോടൊപ്പം കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ പ്രകാരം അനുവദിച്ചിട്ടുള്ള സെറ്റ് ബാക്ക് ഏരിയ കൂടി കൂട്ടിയാൽ അത്രയും ഭാഗം പഞ്ചായത്ത് പ്രദേശത്ത് 4.13 സെന്റിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിൽ 2.06 സെന്റിലും അധികരിക്കുന്നില്ല എങ്കിൽ മറ്റു മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ച് അവർക്ക് EWS സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.